സർ, ഈ ഫുങ്ഷു തിയറി പ്രകാരം ഓരോ ദിക്കും ഓരോ വ്യക്തികളെ റെപ്രസെന്റ് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്, അത് ഓരോ ദിക്ക് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ്, അതായത് തെക്കു പടിഞ്ഞാറ്, കന്നിമൂല എന്ന് നമ്മൾ പറയുന്ന ആ ദിക്ക് ആ വീട്ടിലെ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും പെട്ടെന്ന് ബാധിക്കുന്നത് ഗൃഹനാഥയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം തെക്കു പടിഞ്ഞാറ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ടോയ്ലറ്റ് കൊണ്ടുപോയി വെച്ചു, അത് ഗൃഹനാഥയ്ക്ക് ദോഷമാവും. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ സാധ്യത ഉണ്ടാവും. അടുത്തത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇത് കാരണമാകും. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം, അപ്പം അത് ഒരു ദിക്ക്. അടുത്തത്, വടക്കു പടിഞ്ഞാറ് വായുകോണ്. തെക്കു പടിഞ്ഞാറ് വീട്ടിൽ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വടക്കു പടിഞ്ഞാറ് ഗൃഹനാഥിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വടക്കു പടിഞ്ഞാറ് കോർണറിൽ ഉള്ള ഏതൊരു പ്രശ്നവും ഗൃഹനാഥനെ സാരമായി ബാധിക്കും. അപ്പോൾ അവിടെ വരാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിനകത്തോ പുറത്തോ അവിടെ ഒരു ടോയ്ലറ്റ് വരിക, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ സ്ക്വയർ ഷേപ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ മൂല ഒഴിച്ചിടുക. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വീടുകളിൽ ഗൃഹനാഥന്റെ അഭിവൃദ്ധിയില്ല. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറവാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, നമ്മളെ പറ്റി ഒരു നല്ല വാക്ക് പറയാൻ ഒരാളില്ല. മനസ്സിലായല്ലേ? ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഡെയിലി വരുമാനമില്ല. ഇത്തരത്തിൽ നോർത്ത് വെസ്റ്റ് നഷ്ടപ്പെട്ടു പോയ പല വീടുകളിലും ഗൃഹനാഥൻ വീട്ടിലുണ്ടാവൂല, വിദേശത്തായിരിക്കും. കാരണം ഗൃഹനാഥന്റെ ദിക്ക് അവിടെ മിസ്സിംഗ് ആണ്. പലരും ഈ ഒരു വിഷയം അറിയുന്നില്ല. ഇദ്ദേഹം ഉള്ള കാലം മൊത്തവും ഗൾഫിലായിരിക്കും. വല്ലപ്പോഴും കൂടി വരും പോകും എന്നുള്ളതല്ലാതെ നാട്ടിൽ ഇദ്ദേഹത്തിന് കാണാനുള്ള സാധ്യതയും കുറവാണ്. അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത്, വ്യക്തികളെ പറ്റി പറയുമ്പോൾ മകനും മകളുമാണ്. അപ്പോൾ മകന്റെ ഏരിയ എന്ന് പറയുന്നത്, മൂത്ത ആൺകുട്ടിയുടെ ഏരിയ എന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്ക് മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാൽ ഈ മകന്റെ പ്രോസ്പെരിറ്റിയെ അത് ബാധിക്കും. പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന, ആക്റ്റീവ് ആയിരിക്കൂല, എല്ലാത്തിനും ഇപ്പൊ പുറത്തിറങ്ങാത്ത, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന, അങ്ങനത്തിലുള്ള പലതരത്തിലുള്ള ഒരു അവസ്ഥ ഈ മകൻ കാണിക്കും. പൊതുവെ വീട്ടിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാവും. മകളെ പറ്റി പറയുമ്പോൾ ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണറായ അഗ്നികോണാണ് അവിടുത്തെ മൂത്ത മകളുടെ ഏരിയ. ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അവിടെ മിസ്സിങ്ങോ ടോയ്ലറ്റോ ഉണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയെ ബാധിക്കും.